ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഒരു പമ്പിൻ്റെ അവിടെ ഉണ്ട് തുടങ്ങിയത്. അപ്പോൾ അവിടുത്തെ പണിക്കാരൊക്കെ അത് പെട്ടെന്ന് നീച്ചോട് പോകേണ്ടത്. പെട്ടെന്ന് പറയാൻ നേരത്ത് ഒരു 7 മണി 7:30 ആയി. മുട്ടെന്ന് തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് പോയി ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, അതായത് ബെഡൊക്കെ മാറ്റി നൈസായിട്ടൊന്ന് ഫ്രഷ് ആവണം, എന്നിട്ടൊരു ചായ കുടിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഉറക്കം നല്ല അടിപൊളി ഉറക്കം വേണ്ട, ഒന്നും പറയാനില്ല. കാരണം നല്ല അടിപൊളി തണുപ്പും പിന്നെ മച്ചാൻ്റെ ജാക്കറ്റും കിട്ടി. അപ്പോൾ നൈസായിട്ട് കിടന്ന് ഉറങ്ങി. ഉറക്കമൊക്കെ സൂപ്പറായിരുന്നു, രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ടീംസ് നമ്മുടെ വണ്ടി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ എവിടെയായിരുന്നു? കാസർഗോഡുള്ളതല്ലേ? കാസർഗോഡുള്ളവരാണ്. ഒരു ഹായ് പറഞ്ഞേ. എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടാ? അടിപൊളി. അപ്പോൾ നമ്മുടെ കിടത്തവും കാര്യങ്ങളും സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ അവർക്ക് ത്രില്ലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരിതിനു മുമ്പേ ഇവിടെ യൂട്യൂബിലവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു മൂഡിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ടിട്ട് മോശന്മാരൊക്കെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ വണ്ടി എടുത്ത് തന്നെ ഉണ്ട്. ഞങ്ങളൊന്ന് റൗണ്ട് അടിച്ചിട്ട് ടോപ്പ് സ്റ്റേഷൻ പോയി. എന്നിട്ട് അവിടെ നമ്മുടെ പമ്പിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ സെക്യൂരിറ്റി വെച്ചാലാണ് ഞങ്ങൾ ഇന്നലെ വന്നിടത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ബാത്റൂമിൽ പോവാം. ആ പമ്പിലെ ആളൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ആൾ ബാത്റൂമിൽ പോയിട്ട് അവിടെ കുളിച്ചോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളടുത്ത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ചെറിയൊരു കുക്കിങ്ങിൽ ഞങ്ങളിവിടെ ദോശയാണ് ഉണ്ടാക്കാൻ പോകണ്ടെന്ന്. അത്യാവശ്യം റിച്ച് ആയിക്കോട്ടെ. ദോശ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേണ്. അപ്പോൾ അത് കുക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദോശയും ബീഫ് കറിയും ഇവിടെ സെറ്റാണ്. അത് പൊളിക്കട്ടേടാ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നൈസായിട്ട് കുളിച്ച് റെഡിയായിട്ട് ആ പമ്പിൽ നിന്ന് കുളിച്ച് റെഡിയായി ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു തടാകം, മറ്റേ ഡാമല്ലേ ഇത്, ഡാമിൻ്റെ ഒരു സൈഡ് വ്യൂ കിട്ടിയപ്പോൾ നൈസായിട്ട് ഇവിടെ നമ്മുടെ ഊഞ്ഞാലടിക്കാനൊരു സെറ്റപ്പ് കിട്ടി. അപ്പോൾ അവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ അടിച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളെങ്ങോട്ടേക്ക് പോണത്? നമ്മളിനി ഈ റോഡ് മുന്നോട്ട് പോകുന്നു. നമ്മൾ ടാറ്റയുടെ ഇന്നലെ കണ്ട അടിപൊളി സ്ഥലത്ത് നമുക്ക് തോട്ടമൊക്കെ അല്ലേ? ആ ഒരു തോട്ടം കവർ ചെയ്യാണ്ട് നമുക്കിന്ന്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോകല്ലേ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോണ വഴിക്ക് ഇവിടെ കുറെ ചേച്ചിമാര് തേയില പൊറിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വ്യൂ ഒന്ന് കിട്ടുമെന്ന് നോക്കാൻ നൈസായിട്ട്. ഇവരെന്തൊരു പ്രത്യേക ഒരു മിഷൻ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട് പൊറിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇപ്പൊ പൊറിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നൈസായിട്ട് കൈ കൊണ്ടായിരുന്നല്ലോ പൊറിച്ചിരുന്നത്. അപ്പൊ കുറച്ചാളൊന്നല്ല കേട്ടോ, അത്യാവശ്യം ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു ചേച്ചി എന്തൊരു പ്രത്യേക അക്ക അത് ഇത് കൊണ്ടൊന്ന് കാണിക്കുമോ? ഈ ഒരു സാധനം കൊണ്ടാണ് അവരിപ്പോ കട്ട് ചെയ്തുകൊണ്ടിരിക്കണ കേട്ടാ. അപ്പടിയാ. ഇവര് കാലില് ഷൂ ഒക്കെ ഇട്ടിട്ട് ഫുള്ള് സേഫ് ആയിട്ടാണ് കേട്ടോ പരിപാടി ചെയ്യണത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ചാനലുകാര് എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉങ്ങളെല്ലാം ഇതിലെ മാറ്റി വിടാത്. ഇത് വന്ന് ചിന്ന ഒരു യൂട്യൂബ് ചാനൽ താ. കണ്ടിപ്പാ വരും. മുഖല്ലേ കിടച്ചിருக்கு കൊഞ്ചം. അപ്പൊ ഇവര് നല്ല ജോളിയായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുവാണ്ട. ഇവർക്ക് ഭയങ്കര പേടിയാണ്ട. കാരണം ഇവിടെ എന്താണ് കൊറോണയാണെന്നുള്ള മൂടൊക്കെയാണ് അവർക്ക്. അവര് മാസ്ക് ഇടാണ്ട് സംസാരിക്കൂലെന്ന് പറയണല്ലേ? മാസ്ക് ഇട്ട് സംസാരിക്കോളൂ അല്ലേ? നീങ്ക മാസ്ക് പോടാമ പേശ മാട്ടേങ്ങളാ. അപ്പോൾ ഒരു ഉച്ച ഊണിനൊക്കെ ശേഷം എല്ലാവരും വർക്കിന് രണ്ടാമത് ഇറങ്ങിയേക്കുവാണ്. ഇവരപ്പോൾ സൂപ്പർവൈസർ വന്നിട്ട് ചെറിയ സീനാക്കിയായിരുന്നു. ഇവർക്ക് നന്നായിട്ട് പോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ അക്കാ, പോട്ടേന്നാ. ടാറ്റാ.
അപ്പോൾ ഓക്കെ. ഓ അല്ലടാ നിക്കടാ. ആ കയറിപ്പോയെന്നോണ്ട്. മുത്തുമണിയാ ഹായ് ഹായ്. അപ്പോൾ ആ തേയില നുള്ളുന്ന സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ കുണ്ടല ഡാം എന്ന് പറഞ്ഞിട്ടൊരു ഡാമുണ്ട് കേട്ടോ. അത് നോർമലി ഡാം വ്യൂ തന്നെയാണ്. പിന്നെ ബോട്ടിങ് ഉണ്ട്, അതുപോലെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടതേ മച്ചാന്മാരെ കണ്ട കുരകന്മാരെ ഇരിക്കേണ്ട അവിടെ. അപ്പോൾ അവരുടെ കൂടെ കുറച്ചേരം ഇങ്ങനെ സംസാരിച്ച് ഇരിക്കണായിരുന്നു. മുത്തുമണിയാ എന്തൊക്കെയുണ്ട് വിശേഷം? ഏറ്റവും മേളിലൊരു കുട്ടി കുരങ്ങ. ഈ കുരങ്ങായാലും എന്തായാലും പിള്ളേരെ കാണുമ്പോൾ വേറെ രസമാണ്. തക്കുടു ഇവനാണ് മൂത്തതെന്ന് തോന്നട്ടോ, മൂത്ത കുരങ്ങൻ. അതുപോലെ കുട്ടി കുരങ്ങന്മാര് ഇരിക്കണ്ട കേട്ടോ കുറച്ച്. അത്ര വലിയ കുട്ടികളൊന്നുമല്ല, എന്നാലും കുട്ടികളാണ്. അവരിപ്പോ എന്തോ നമ്മുടെ ഫോണൊക്കെ കണ്ട വേറെന്തോ ആണെന്ന് വിചാരിച്ചേക്കണെന്ന് തോന്നുന്നു. ഇടങ്ങേറെ ബുദ്ധിയാണ് ഇവർക്ക്. എല്ലായിടത്തും സെറ്റായിട്ടിരിക്കണാണ്. എൻ്റെ മേളിലൊരു കുഞ്ഞു വാവയുണ്ട്. കുഞ്ഞു വാവെന്ന് പറഞ്ഞാൽ പൊട്ടിക്കുഞ്ഞ് ഈ ഇരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ ഒരു കുരങ്ങയുണ്ടല്ലോ, ഒരു വണ്ടിയുടെ മേളിൽ കയറി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. ആരാണ്? ആ അതെ ഇവിടെ ഇരിക്കണല്ലോ ഒരു നൈസാണ്ടോ അവരെ കളി കണ്ടോണ്ടിരിക്കെ. അപ്പൊ കുണ്ടള ഡാമിന്റെ അവിടെ ഉണ്ടപ്പല്ലേ, ഈ ഡാമിന്റെ മേളിലേക്ക് കൂടിയുള്ള റോഡിലേക്കാണ് പോണത്. ഇപ്പോ താഴത്ത് നല്ല വ്യൂ ഉണ്ടെന്ന് തോന്നല്ലേ? അതെ, താഴത്ത് അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. അവിടെ നിന്നിട്ട് വേണമെങ്കിൽ വെള്ളം വീഴുന്ന കാണാം. ഇവിടെ കെട്ടി വണ്ടി നമ്മൾ അവിടെ കൊണ്ടുപോയി സൈഡാക്കേണ്ടി വരുന്നു. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ കാണിച്ചായിരുന്നൊരു വീഡിയോയില്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കമ്പനിക്കാരാണ് ഇവിടുത്തെ. ഹായ്, എന്തായിരുന്നു ഇതിൻ്റെ പേര്? ഉബൈദ്രായ്. നൈസാണല്ലോ, അടിപൊളി പേരാണല്ലോ. എന്തായിരുന്നു ഇതിൻ്റെ പേരറിയില്ലേ? ഇവിടെ ചെറിയൊരു ഷോപ്പൊക്കെ ആയിട്ട് സെറ്റാണ് വെച്ചാൽ അല്ല. മൈൻഡ് പിള്ളേരാണ്, ഫ്രീ ഫയറിൻ്റെ പിള്ളേരാണല്ലേ? ഫ്രീ ഫയറിൻ്റെ പ്ലെയറാണ് അല്ലേ? ഹലോ. ഓഹോ, നമുക്ക് അതിനെ കുറിച്ചൊരു ഇതില്ലല്ലോ, നമ്മൾ PUBG. അപ്പോൾ ഓക്കെ, താങ്ക് യു. ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് ഇറങ്ങി നോക്കട്ടെ കേട്ടാ. ഓക്കെ. അപ്പോൾ അതേ ഈ സ്ഥലത്തോട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോണത്. ലൈക്ക് കിളിപോണ സീനാണ്. അല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടേക്ക് എന്തൊക്കെയോ കൃഷിയുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളം പോണതിൻ്റെ അവിടം വരെ പോകാമെന്ന് തോന്നുന്നു. നമുക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. അപ്പോൾ അത് ഇതാണ് നമുക്കുള്ള റോഡായിട്ട് അങ്ങോട്ട്. റോഡല്ല, ചെറിയൊരു വഴി. ഇവിടെയൊക്കെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെയാണ്. ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേണ് ഇവിടെയൊക്കെ കേട്ടോ. നമുക്ക് ടൂറിസ്റ്റുകൾ വരാൻ നേരത്തൊക്കെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു മൂഡ്, വ്യൂ ഒക്കെ കണ്ടിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ അങ്ങനെ ഇറങ്ങിപ്പോലെ ഇപ്പോൾ ഇവിടം വരെ സീനില്ല. ശരിക്കും നമുക്ക് ആ കാണുന്ന സ്ഥലത്തോട്ടൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ സീൻ കാരണം അവർ അങ്ങോട്ട് കടത്തി വിടില്ല. അവിടെ ചെറിയ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടണില്ല. ഇതിപ്പോൾ എന്തോ ഒരു മരമാണ്, ഇവിടെ എന്തൊക്കെയോ സാധനം നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവണില്ല കേട്ടോ. ഉണങ്ങിയിരിക്കണേണ് സാധനം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മുടെ അട്ടമച്ചാൻ കയറിയുണ്ട് ഫോണിൽ. മച്ചാൻ്റെ ഫോണിലാണ് ഈ സാധനം. കാലിൽ അടിച്ച് തന്നെ സീനാണല്ലേ. പോയോ ആ മച്ചാൻ്റെ ഫോണുമ്മ നൈസായിട്ട് അട്ട അടിച്ചത്. അപ്പോൾ കാലുമ്മയൊക്കെ ആണെങ്കിൽ ബ്ലഡോട് ബ്ലഡ് ആയേട്ടാ. സീനാണ്.
അപ്പോൾ അതേ മെല്ലെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ സ്പോട്ടാണ്. സൈഡൊക്കെ ഇത് കോട വീണ് കോടയൊക്കെ നിറഞ്ഞ് കുറേ മൂടായിട്ടുണ്ട്. ഇവിടെ കുറേ പശുവിനെ മേയാൻ വിടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഈ അരുവിയുടെ തൊട്ടപ്പുറത്തായിട്ട് കുറേ പശുക്കളെ, അത് നല്ല അടിപൊളി സീനറാണ്. നമുക്ക് എന്തായാലും ഒന്ന് അവിടെ പോയിട്ട് സെറ്റാക്കാം. നമ്മളിപ്പോൾ അവിടെ നിന്നാണ്ട് ഇറങ്ങി വന്നത്. മച്ചാനിപ്പോൾ അവിടെ ഇരിക്കണ അട്ടയുടെ എന്താണ് സീനെന്ന് അറിയാൻ പാടില്ല. അട്ട പോയെന്നാ പറഞ്ഞത്. ഈ അട്ട പോയി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇതേക്കിന് ഒരുപാട് പശുക്കളെ മേയാൻ വിട്ടേനെ ഉണ്ടാ പുൽത്തകിടിൽ. വാവ്, നൈസ്. ഈ ഒരു കൃഷിയിടത്തിൻ്റെ നടുക്കിലേ കൂടിയാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈ അരുവി. അപ്പോൾ ഒരിക്കലും ആവശ്യമില്ല, വെള്ളത്തിനൊന്നും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മറ്റേ കോളിഫ്ലവറിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. കോളിഫ്ലവറിൻ്റെ കൃഷിയാണെന്ന് തോന്നുന്നു. അപ്പോൾ വെള്ളം കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇറങ്ങണമല്ലോ. അപ്പോൾ ഞാനും നൈസായിട്ടൊന്ന് കാല് നനയ്ക്കാൻ പോണേ ഉണ്ട് അതിനകത്ത്. നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. സെറ്റ് വെള്ളം, നല്ല തണുപ്പടിക്കുന്നുണ്ട്. നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ വെള്ളം. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. പക്ഷേ പോണ താഴത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പശുവിൻ്റെ അവിടെ എവിടെയെങ്കിലും പോയിട്ട് എടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിൽ, നല്ല ശക്തിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളം. അപ്പോൾ നമ്മൾ ഈ അരുവിയുടെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ പോകണേ ഉണ്ട് നൈസായിട്ട്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. കുറേയേറെ പശുക്കളെ മേയാൻ വിട്ടേക്കാണ്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു പാലമുണ്ട് കേട്ടോ, ഒരു ചെറിയ നടപ്പാലമുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. പക്ഷെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒഴുകി വരുന്ന തോട് രണ്ടാവണേണ് ഇവിടെ. രണ്ടായിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് അത് ജോയിൻ്റ് ആവും. ഇവിടെയൊക്കെ ജീവിക്കണവർക്ക് അടിപൊളിയായിരിക്കും. പക്ഷെ ആ ഒരു വൈബിൽ ജീവിക്കണവർക്കായിരിക്കും കേട്ടോ ഏറ്റവും സുഖം. കുറച്ച് നാൾ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു മൂഡ് സ്ഥലം. അത്ര മാത്രമേ നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ ഇതിനെക്കുറിച്ച്. ഇവിടെ ജീവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടപടിയാവില്ല. പശുവിനെ നോക്കുന്ന ആളാണ്. അപ്പോൾ ആളുടെ അടുത്ത് ഞങ്ങൾ നൈസായിട്ട് ചോദിച്ചു നോക്കിയപ്പോൾ ഓക്കെയാണ്, അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞേട്ടാ. അപ്പോൾ നമുക്ക് പെർമിഷൻ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു അരുവി ഇവിടെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് കടന്നു പോകണം കേട്ടോ. നമ്മളൊക്കെ ഇത് സിനിമയിൽ മാത്രം കണ്ടേക്കണ കുറേ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കിട്ടുന്നത്. കാരണം സിനിമ സീനറിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ കുറേ പശുക്കൾ ഒരുമിച്ച് മേയാൻ വിട്ടിരിക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഒന്നും രണ്ടും അല്ല, ഒരുപാട് പശുക്കളുണ്ട് ഇവിടെ. ഹായ്, മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്മളെ. എത്തുപറ്റിയതറിയാൻ പാടില്ല, മൈൻഡ് ആക്കണില്ല നമ്മളെ. എല്ലാവരും മുട്ടാൻ കളിപ്പില്ല, മച്ചാനൊക്കെ ഹെവി കളിപ്പില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട. അവർ കുത്താൻ വന്നതിനെ നമുക്ക് നൈസായിട്ട് വെള്ളത്തിലോട്ട് എങ്ങോട്ടെങ്കിലും എടുത്ത് ചാടാം. ഇവിടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമുണ്ടാ. ഫുള്ളിങ്ങനെ കവർ ചെയ്ത് കിടക്കുമ്പോൾ ചുറ്റിനും പശുക്കളാണ്, നല്ല പച്ച പുല്ലും. മക്കളെ 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 എന്താ പറയുക, ഒരു സ്വർഗം തന്നെയാണ് അതൊക്കെ. കാരണം നമ്മൾ ഇങ്ങനെ ടൗണിൽ ഇവിടെയൊക്കെ ജീവിക്കുന്നവർക്കൊരു സ്വർഗമാണ് കാര്യം പറയുകയാണെങ്കിൽ. ഇത്
പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ട് കുറച്ച് ആൾ നിന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ തന്നെയാണ് പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളെ കൊണ്ടൊന്നും ഇവിടെ കൂടുതൽ ആൾ അങ്ങനെ സെറ്റായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അതിന് മാത്രം ആ ഒരു മൈൻഡിലുള്ള ആൾക്കാരാവണം. അങ്ങനെയാണെങ്കിൽ വലിയൊരു സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നൈസായിട്ട് കുറച്ചും കൂടെ ഒന്ന് മേളിലോട്ട് കയറാൻ പോകണേ. അതേ ഇവിടുന്നാണ് നമ്മളിത് ഇതിലേ കൂടി ഇങ്ങനെ കയറി വന്നേട്ടാ മേളിലോട്ട്. നല്ല അടിപൊളി സ്വഭാവമാണ് കേട്ടോ ഇവിടുത്തെ മച്ചാന്മാരൊക്കെ. ചിരിച്ചിട്ട് സംസാരിക്കണേ എപ്പോഴും. നമ്മളെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ മേളിൽ നിർത്തിയേക്ക് കാണാട്ടോ ഇവിടുന്ന്. നിർത്തിയേക്കണേ നമ്മുടെ വണ്ടി. ഇങ്ങോട്ട് പോകും തോറും ഇതേ ഇവിടെ ചെറിയൊരു തോട്ടമുണ്ട്. ക്യാരറ്റിൻ്റെ തോട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഇല കണ്ടിട്ട് ക്യാരറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അതുപോലെ ഫുള്ള് തോട്ടങ്ങൾ തന്നെയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മളിങ്ങോട്ട് എത്തിയട്ടാ. കയറി തിരിച്ച് മേലോട്ട് കയറി. പക്ഷെ പണി പാടി. അപ്പുറത്തെ കൂടിയാണ് കയറേണ്ടതെന്നുണ്ട്. ഇവിടെ കൂടെ വലിച്ച് കയറാം. പക്ഷെ ഒറിജിനൽ വൈകിട്ടാക്കിയാണ് അപ്പുറത്താണ്. ഏ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് എന്തിനാ ഉണ്ടാക്കിയേക്കണം കേട്ടാ. താഴത്ത് പോയിട്ട് ക്ഷീണിച്ചിട്ട് കയറി വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയാണെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തെറിക്കുകയാണ്. ഇനി ഒരു ടെൻ്റ് അടിക്കണം എന്നുള്ളൊരു വൈബുണ്ട്. ഒരു തടാകത്തിൻ്റെ സൈഡിൽ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു സ്പോട്ട് ഇടുകയുണ്ട്. അവിടെ പറ്റുവാണെങ്കിൽ നൈസായിട്ടൊന്ന് ടെൻ്റ് അടിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ആക്കാൻ പോണേ കേട്ടാ. ചെറിയൊരു റോഡാണ് നമ്മുടെ വണ്ടിയും കൊണ്ട് ജസ്റ്റ് കിടന്ന് പോകാൻ പറ്റുന്ന റോഡ്. ടെൻ്റൊക്കെ അടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളിതായിരുന്നു പാർസൽ മേടിച്ചിട്ടുണ്ട് ബിരിയാണി ഇടാം. അപ്പോൾ ആ ബിരിയാണി അങ്ങോട്ട് അടിക്കാൻ പോണേ. അപ്പോൾ ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ടാ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ വൈകുന്നേരം ആയി ഏകദേശം. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ ടൗണിൽ മൂന്നാർ ടൗണിൽ പോയിട്ട് നമുക്ക് കുറച്ച് വീഡിയോ അപ്ലോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ മറയൂരിക്ക് ഇരിക്കണേണ്ട. ഇന്ന് അവിടെ ആയിരിക്കും അപ്പോൾ സ്റ്റേ എന്തായാലും. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളൊരു പാർട്ടായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ ബാക്കിലേക്കണം മച്ചാൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മച്ചാൻ്റെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ലവ് യു ഓൾ.